തെയ്യത്തിന്റെ സീസൺ ആവുന്ന സമയത്ത് ഈ പ്രദേശത്ത് മുഴുവൻ കളിയാട്ടം ഉണ്ടാവും. അതെ. അപ്പൊ ഈ എല്ലാ സ്ഥലത്ത് പോയ ഒരുപാട് തെയ്യങ്ങളും, അപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഒരുപാട് മിത്ത്, ഒരുപാട് കഥകൾ, ഇതെന്ത് കഥകളാണ്. അപ്പോൾ ആ കഥകളെല്ലാം കേട്ടിട്ടാണ് നമ്മളെ ചെറുപ്പത്തിൽ വളരുന്നത് ശരിക്കും. അപ്പോൾ കുറച്ച് പ്രായമാവുന്ന സമയത്ത് ഈ കഥകളെക്കുറിച്ച് കുറെ കൂടി ക്യൂരിയോസിറ്റി വന്നു. അപ്പോൾ എന്താണ് ഈ കഥകൾ, എന്താണ് ഈ മിത്ത്, എന്താണ് ഈ ലെജൻഡ് എന്നില്ലേ, ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അങ്ങനെ പതുക്കെ ഇങ്ങനെ ഈ കഥകളിലൂടെ അല്ലെങ്കിൽ കഥ അതിലേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു യാത്ര അവിടെ. അങ്ങനെയാണ് പിന്നെ ഈ രൂപങ്ങൾ, ഈ തെയ്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ ഭംഗി ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്കും ബന്ധപ്പെട്ടത് ശരിക്കും. അപ്പം അന്ന് നമുക്കൊന്നും ഒരു ക്യാമറ അഫോർഡ് ചെയ്യാനോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ ആരോടെങ്കിലും വാങ്ങുക, പിന്നെ അവസാനം ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു ക്യാമറയൊക്കെ കിട്ടി. പിന്നെ അത് വെച്ച് പിന്നെ ആ ക്യാമറ ഞാൻ താഴെ വെക്കാറില്ല എല്ലാ സമയത്തും. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോബി ആയിരുന്നു ആ സമയത്ത്. കാരണം ഫിലിം വാങ്ങുക, അത് പ്രോസസ്സ് ചെയ്യാനൊന്നും സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് അങ്ങനെ ഓരോ പ്രകൃതിയും അല്ലെങ്കിൽ ഈ നമ്മുടെ തെയ്യായിരുന്നു എൻ്റെ മെയിൻ സബ്ജക്റ്റ്.